പാർട്ടി സമ്മേളനം കഴിഞ്ഞപ്പോൾ സമ്മേളനത്തിൻ്റെ വരവ് ചെലവ് കണക്ക് പുറത്ത് വരുന്നതിൻ്റെ മുമ്പ് വേറൊരു കണക്ക് പുറത്ത് വന്നു. എനിക്കെന്താ വരുമാനം? എന്താണ് വരുമാനം? ആരായാലും കണക്ക് കൂട്ടിയെന്നോ? 30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത്. 30 ലക്ഷം ഉറുപ്പ്യോ ഒരു മാസോ? ഞാൻ ജോലി ചെയ്തിട്ടല്ലേ. മൂപ്പരതിന് ജോലി ചെയ്യുന്നുണ്ട് എന്നാ പറയണേ. 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം, അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. MLA പെൻഷൻ, MP പെൻഷൻ, പിന്നെ ഈ ശമ്പളവും ഒരു മാസം എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടും? അല്ല, ഇപ്പറഞ്ഞ പൈസ ഒക്കെ എന്താ ചെയ്യണേ? ഇത് പുഴുക്കത്തില്ലോ, എന്തിനാ ഇത്രയും പൈസ? താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. ഇത് പുഴുക്കത്തില്ലോ, എന്തിനാ ഇത്രയും പൈസ? ഞാൻ പിന്നെ യാത്ര ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ വൈ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അല്ല, യാത്രക്ക് എന്ന് പറയുമ്പോൾ എത്ര വരും അത്? ഒരു പ്രാവശ്യം പോയി തിരിച്ചു വരുമ്പോൾ ഏകദേശം 50,000 രൂപ വരും. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. അപ്പൊ ശരിക്കും ഒരു മാസം എത്ര കിട്ടുന്നുണ്ട്? എല്ലാ മാസവും 30 ലക്ഷം രൂപ ഒന്നും കിട്ടുന്നില്ല. അല്ല, എന്നാലും ഒരു കണക്കുണ്ടാവൂലേ? എൻ്റെ കണക്കുണ്ടല്ലോ. ശരി, നിങ്ങളടുത്തുള്ള കണക്ക് ഇങ്ങോട്ട് പറയും. എനിക്ക് പെൻഷനുണ്ട്. ഞാൻ 22 വയസ്സിൽ അധ്യാപകനായ ആളാണ്. ഞാൻ 23 വർഷക്കാലം അധ്യാപകനായിരുന്നു, അതിൻ്റെ പെൻഷനുണ്ട്. 22 വർഷം MP ആയിരുന്നു, അതിൻ്റെ പെൻഷനുണ്ട്. MLA, ഇതെല്ലാം കൂടി എനിക്ക് കിട്ടുന്ന 1.some lakhs ആണ്. അല്ല, അപ്പൊ പിന്നെ ഈ 30 ലക്ഷത്തിന്റെ കണക്ക് മൂപ്പർക്ക് എവിടുന്നാ കിട്ടിയത്? 30 ലക്ഷം രൂപ മാസം കിട്ടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ സുധാകരേട്ടൻ പറയണതേ 30 ലക്ഷം തികച്ചും കിട്ടുന്നുണ്ട് എന്നാണ്. എനിക്ക് 30 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് അദ്ദേഹം ആര് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അത് തെളിയിച്ചാൽ ഞാനതിന് 25 അങ്ങനെ കൊടുക്കാം. അപ്പോൾ ജി സുധാകരൻ പറഞ്ഞ 30 ലക്ഷം തോമസ് മാഷിന് കിട്ടുന്നുണ്ട് എന്ന് ജി സുധാകരൻ തെളിയിച്ചാൽ 5 ലക്ഷം തോമസ് മാഷ് എടുത്ത് ബാക്കി 25 ലക്ഷം സുധാകരേട്ടന് കൊടുക്കുന്നതാണ് മൂപ്പര് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ മാസാമാസം 25 ലക്ഷം കിട്ടുന്ന ചലഞ്ച് സുധാകരേട്ടൻ ഏറ്റെടുക്കോ ഇല്ലേന്ന് കാത്തിരുന്ന് കാണാം.